ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ അമ്മമ്മ നിൽക്കുന്ന സായനത്തിൽ പോയിട്ട് അവരുടെ കാലിൽ വീണ് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കുറച്ചു ദിവസം ഇവിടെ ഒന്ന് കിടക്കുകയും ഒരു നേരത്തെ ഭക്ഷണവും തരുകയും ചെയ്താൽ മതി, എനിക്ക് കാലിന് ഒട്ടും വയ്യ, അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്താവോ, ഒരു അന്തേവാസിയായിട്ട് എന്നെ ഇവിടെ നിർത്താവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടുത്തെ മേഡം പറയണ്ട, ഒരിക്കലും പറ്റില്ല, അഥവാ ഞാൻ സമ്മതിച്ചാലും ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല, പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് കിരണും കല്യാണും നോക്കി നടത്തുന്ന ഒരു ആശ്രമമാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കാന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. മേഡം മനസ്സ് മാറാണെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോവാണ്. നമ്മുടെ അമ്മമ്മയുടെ സംസാരിക്കുന്നുണ്ട് പ്രകാശൻ. അമ്മ ഒന്ന് റെക്കമെൻഡ് ചെയ്യാവോ, എന്നെ ഇവിടെ നിർത്തണമെന്ന് പറയാവോ? ഇല്ലടാ, ഞാൻ ഒരിക്കലും പറയില്ല, നീയേ ഇപ്പൊ വരെ കടത്തിണ്ടെങ്കിലും പോയി കഴിയടാ, അല്ലെങ്കിൽ നിന്റെ മോൻ ജയിലിലല്ലേ, അവന്റെ കൂടെ പോയി ജയിലിൽ പോയി കിടക്ക് എന്നൊക്കെ പറയാണ്. പ്രകാശനാകെ പട വിഷമോട്ടെ. അമ്മയും കൂടി എന്നെ കൈവിടല്ലേ അമ്മേ, ഞാൻ അത്രമാത്രം പയ്യ, ഞാൻ ആകെ മാറിയമ്മേ, മാറിയത് നീ പറഞ്ഞാ മതിയോ, നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊന്നും കൂടി തോന്നണ്ടേടാ, നീ മാറിയിട്ടില്ലടാ, നിനക്ക് മാറാൻ പറ്റുകയുമില്ല എന്ന് പറയണം. പ്രകാശം പറയണ്ട, അമ്മ ഇല്ലമ്മ, ഞാൻ ഒരുപാട് മാറി, എന്റെ ഇപ്പൊ കണ്ണടച്ചാലൊക്കെ കല്യാണിന്റെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ, അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതിന്റെ ശാപവും അല്ലെങ്കിൽ അതിന്റെ തിരിച്ചടിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അമ്മേ, ഞാൻ ഇനി ഒരിക്കലും കല്യാണിനെ ദ്രോഹിക്കില്ല, എന്റെ പെൺമക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മനാണെന്ന് പറയുമ്പോ അമ്മ പറയണ, അച്ഛ അത് നീ ഇപ്പൊ പറയണതാ, നിന്റെ കാലിന് ഇപ്പൊ നല്ല വേദനയല്ലേ, അതുകൊണ്ട് പറയുന്നതാ, ആ വേദന കുറയുമ്പോ നീ പതുക്കെ പതുക്കെ കല്യാണി മോളെ കാർത്തിക മോളെ ഒക്കെ ഇല്ലാതാക്കും, അതുകൊണ്ട് പ്രകാശ നീ എന്നെ ഇനി ഇവിടെ കാണാൻ വരരുത്, എനിക്കത് ഇഷ്ടമെന്ന് പറഞ്ഞ പ്രകാശനെ ആട്ടി ഓടിക്കുകയാണ്. പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ്, ആട്ടു നോട്ടി വളർത്തിയ തന്റെ ഒരേ ഒരു മകൻ രാജാവ് രാജകുമാരൻ തലയെടുപ്പ് എന്നൊക്കെ പറഞ്ഞവൻ തന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എന്തായാലും അവരങ്ങനെ മറ്റുള്ളവരെ കൊന്നിട്ട് ഇനി ജീവിക്കേണ്ട, മറ്റുള്ളവരുടെ പണം തട്ടിയെടുത്തും അവരെ തലയടി മണ്ട അടിച്ചിട്ട് പൊട്ടിച്ചിട്ടും അവൻ ഇനി ജീവിക്കേണ്ട, അവനെ സ്നേഹത്തോട് അടുത്തുകൂടി അവനെ ഞാൻ തന്നെ വേണം ഇല്ലാതാക്കാൻ, ഞാനാണ് അവിടെ വളർത്തി വഷളാക്കിയത്, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രകാശം തന്നെയായിട്ട് മിക്കവാറും വിക്രത്തിന്റെ തലക്കടിച്ച് ഇല്ലാതാക്കാൻ പോണത്. അതിനുള്ള എന്തോ കാര്യം പ്രകാശം ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ സ്നേഹം നടിച്ചിട്ട് നമ്മുടെ അങ്ങനെ ജയിലിലേക്ക് പോയിട്ട് എന്തെങ്കിലൊക്കെ മരുന്നോ എന്തെങ്കിലും പായസോ പാലോ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാലോ, അങ്ങനെ കൊടുക്കുന്ന കൂടുതൽ എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഗംഗാപ്രസാദ് വിക്രവും കൂടി ഒരുമിച്ച് ജയിൽ ചാടുമ്പോ വിക്രത്തിന്റെ മരണം എന്ന് പറയുന്നത് പ്രകാശിന്റെ കൈകൾ കൊണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.